നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനം വിധിയെഴുതി, ഇനി ആകാംക്ഷയുടെ നാളുകൾ. മെയ് 4-ന് ഫലപ്രഖ്യാപനം. തുടർഭരണമെന്ന് LDF, ഭരണമാറ്റമെന്ന് UDF, നിർണായക ശക്തിയായി NDA മാറുമെന്ന് നേതാക്കൾ. അധികാരമില്ലാതെ തന്നെ അഴിമതി നടത്തിയ UDF-നെ എങ്ങനെ ജനം വിശ്വസിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. വയനാട് ദുരന്തത്തിൽ ഫണ്ട് മുക്കിയ കോൺഗ്രസിനെ ജനങ്ങൾ എങ്ങനെ ജയിപ്പിക്കുമെന്നും മന്ത്രി. UDF അധികാരത്തിൽ കയറിയാൽ അഴിമതി ചെയ്യാനുള്ള ആക്രാന്തമായിരിക്കുമെന്നും തൃത്താലയിൽ തന്റെ വിജയം സുനിശ്ചിതമാണെന്നും MP രാജേഷ്. LDF-ന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ വിധിയെഴുത്തായിരിക്കും ഇത്തവണയെന്നും ജില്ലയിൽ UDF-ന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും VK ശ്രീകണ്ഠൻ MP. സർപ്രൈസുകൾ ഉണ്ടാകുമെന്നും കേരളത്തിൽ BJP ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി മാറുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിവാദമായി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് NDA സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വികസനം ആഗ്രഹിക്കുന്ന ചിറ്റൂരിലെ ജനങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ. കേരളത്തിൽ LDF-ന്റെ തുടർഭരണം അനിവാര്യമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഷൊർണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി. സംസ്ഥാനത്തെ LDF തരംഗമെന്നും P മമ്മിക്കുട്ടി. ഷൊർണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ. കേരളത്തിൽ UDF തരംഗമെന്നും P ഹരിഗോവിന്ദൻ. ഷൊർണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും വികസിത ഷൊർണൂറാണ് NDAയുടെ കാഴ്ചപ്പാടെന്നും NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്. ശക്തമായ പോരാട്ടം നടന്ന പട്ടാമ്പി മണ്ഡലത്തിൽ കനത്ത പോളിംഗ്. കേരളത്തിൽ 3-ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. BJP സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുകയാണെന്ന് ഷാഫി പറമ്പിൽ MP. ജനങ്ങളുടെ ഹൃദയം തനിക്ക് ഒപ്പമെന്നും ശുഭപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും B ഗോപാലകൃഷ്ണൻ. ചിറ്റൂർ മണ്ഡലത്തിൽ ബാലറ്റ് യൂണിറ്റിൽ ചിഹ്നം മറച്ചുവെച്ചതായി പരാതി. UDF-ന്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും ചിഹ്നത്തിൽ ബബിൾഗം ഉപയോഗിച്ച് മറിച്ചെന്ന് ആരോപണം. പരാതിയുമായി UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. വടക്കാഞ്ചേരിയിലും ഷൊർണൂർ പരുത്തിപ്രയിലും കള്ളവോട്ട്. വടക്കാഞ്ചേരിയിലെ കള്ളവോട്ട് ആരോപിച്ച് പോളിംഗ് ബൂത്തിനു മുന്നിൽ NDAയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ജനം വിധിയെഴുതി, ഇനി ആകാംക്ഷയുടെ നാളുകൾ. മെയ് 4-ന് ഫലപ്രഖ്യാപനം. തുടർഭരണമെന്ന് LDF, ഭരണമാറ്റമെന്ന് UDF, നിർണായക ശക്തിയായി NDA മാറുമെന്ന് നേതാക്കൾ. കൂട്ടിയും കിഴിച്ചും ഇനിയുള്ള നാളുകൾ. അന്തിമവിധി ആർക്കൊപ്പമെന്ന് അറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. അധികാരമില്ലാതെ തന്നെ അഴിമതി നടത്തിയ UDF-നെ എങ്ങനെ ജനം വിശ്വസിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. കൈലിയാട് KV UP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് ദുരന്തത്തിൽ ഫണ്ട് മുക്കിയ കോൺഗ്രസിനെ ജനങ്ങൾ എങ്ങനെ ജയിപ്പിക്കുമെന്നും LDF സർക്കാരിനെതിരെ ഒരു അഴിമതിയും ആരോപിക്കാൻ കഴിഞ്ഞില്ലെന്നും മന്ത്രി പറഞ്ഞു. അധികാരത്തിൽ കയറിയാൽ അഴിമതി ചെയ്യാനുള്ള ആക്രാന്തമായിരിക്കും UDF-നെന്നും തൃത്താലയിൽ തന്റെ വിജയം സുനിശ്ചിതമെന്നും മന്ത്രി പറഞ്ഞു. ആക്രാന്തം കൂടി UDF-ന് ഉണ്ടാവും. ആക്രാന്തത്തോടെയുള്ള അഴിമതിയായിരിക്കും നടത്തുക എന്ന് തെളിയിക്കുന്നതാണ് വയനാട് ഈ ദുരന്തത്തിൽ പിരിച്ച ഫണ്ടിൽ അഴിമതി നടത്തിയത്. അതിന് ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. പിരിച്ച ആപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പൊ വരുന്ന വിവരങ്ങൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 3 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോ അധികാരമില്ലെങ്കിൽ പോലും അഴിമതി നടത്തുകയാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരായിട്ടാണല്ലോ അഴിമതി ആരോപണങ്ങൾ വരേണ്ടത്. 10 വർഷം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റിനെതിരെ, അതിന് ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. ആ പ്രതിപക്ഷം ഇപ്പോൾ അഴിമതി ആരോപണത്തിന്റെ കുരുക്കിൽ നിൽക്കുകയാണ്. ആരോപണത്തിന്റെ അല്ല, ആളുകൾക്കാർക്കും ഇനിയിപ്പോ അത് ആരോപണമല്ലല്ലോ, വ്യക്തമായി കഴിഞ്ഞതല്ലേ. ഇവരുടെ കയ്യിൽ ഭരണമേൽപ്പിച്ചാൽ എന്തായിരിക്കും എന്ന് വിവേകമുള്ള ഏതൊരു മലയാളി ചിന്തിക്കുമല്ലോ. അതുകൊണ്ട് UDF-ന് ആളുകൾ പരിഗണിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. അത് ഇത്തരത്തിലുള്ള രീതികൾ കേരളത്തിന് അപരിചിതമാണ്. കേരളത്തിന് പുറത്തുള്ള തെരഞ്ഞെടുപ്പിൽ അഴിമതി നടത്തുന്ന ഇത്തരം രീതികളാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. LDF-ന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ വിധിയെഴുത്തായിരിക്കും ഇത്തവണയെന്നും ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ UDF-ന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 181-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ MP. ജനദ്രോഹ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് സംസ്ഥാനം ഒട്ടുകൊണ്ടാക്കുക. അതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലും UDF-ന് നല്ല മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തെ വീണ്ടെടുക്കാൻ UDF-നെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് തകർന്ന് തരിപ്പണമായ വിവിധ മേഖലകൾ
ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിച്ച വേദനകൾ, ഇതിനെല്ലാം പരിഹാരമായി സംസ്ഥാനത്തെ പുതുയുഗത്തിലേക്ക് ആനയിക്കാൻ, ഈ സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലും വീണ്ടെടുക്കാൻ UDF വിജയിക്കണമെന്നുള്ള ആശയത്തിന് വലിയ പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല മുന്നേറ്റമാണുള്ളത്. പാലക്കാട് ജില്ലയിൽ ഭൂരിപക്ഷം സീറ്റുകളും 12-ൽ ഭൂരിപക്ഷം സീറ്റുകൾ UDF വിജയിക്കും. പാലക്കാട് വോട്ടിന് പണം വിഷയവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്നുവന്ന ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ജനങ്ങൾ വിലയിരുത്തുമെന്നും നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നും VK ശ്രീകണ്ഠൻ മറുപടി പറഞ്ഞു. ജനങ്ങൾ കാണുകയാണ്, ഇപ്പോൾ പഴയതുപോലെയല്ല. ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജനം വിലയിരുത്തും. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഞങ്ങൾ സുതാര്യമായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ബാക്കിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കും, വോട്ടർമാർ തീരുമാനിക്കും. രമേശ് പിഷാരടിയുടെ വിജയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാലക്കാട് മണ്ഡലം മതേതരമുള്ള മനസ്സാണെന്നും പിഷാരടിയുടെ വിജയം ഉറപ്പാണെന്നും VK ശ്രീകണ്ഠൻ മറുപടി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സർപ്രൈസുകൾ ഉണ്ടാകുമെന്നും കേരളത്തിൽ BJP ഘടകമായി മാറുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ MLA ആയാലും കോടതി കയറിയിറങ്ങാനാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നാടകമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. പാർലമെന്റിൽ മുഴങ്ങി കേട്ടത് ആ നാമമാണ്. അപ്പം അത് അവിടെ മുതൽ ഒരു നിമിത്തവും ദൗത്യവുമായി തോന്നി. ഇത്തവണ ഗുരുവായൂർ വോട്ട് ചെയ്യാൻ സാധിച്ചു. ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് NDA സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നു. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പ്രണേഷ് രാജേന്ദ്രനാണ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. വികസനം ആഗ്രഹിക്കുന്ന ചിറ്റൂരിലെ ജനങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും പ്രണേഷ് രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വടകരപ്പതി പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ മോതിരത്തിന് സമാനമായ അവരുടെ ചിഹ്നം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രദർശിപ്പിച്ചത് ജനാധിപത്യ ധ്വംസനമാണെന്നും വികസനം ആഗ്രഹിക്കുന്ന ചിറ്റൂരിലെ ജനങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും BJPക്കാരനായ NDA സ്ഥാനാർത്ഥി പ്രാണേഷ് രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവം വിവാദമായതോടെ പ്രണേഷ് രാജേന്ദ്രൻ പോസ്റ്റിലെ വരികൾ തിരുത്തി. BJP LDF അന്തർധാര സജീവമാണെന്ന UDF ആരോപണത്തിന് ശക്തി പകരുന്നതാണ് NDA സ്ഥാനാർത്ഥിയുടെ FB പോസ്റ്റ്. ചിറ്റൂരിൽ LDF NDA കൂട്ടുകെട്ടാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണെന്ന് NDA സ്ഥാനാർത്ഥിയുടെ FB പോസ്റ്റെന്ന്. ചിറ്റൂരിൽ NDA LDF സ്ഥാനാർത്ഥികൾ രണ്ടല്ല ഒന്നാണ്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ അജണ്ട. ഇവരുടെ അജണ്ട നടക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ പറഞ്ഞു. CPM BJP കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇവിടെ ചിറ്റൂര് BJP സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ടപേക്ഷിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അത് വലിയ വിവാദമായപ്പോഴാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത്. ഇവർ രണ്ട് സ്ഥാനാർത്ഥിയല്ല, ഒരു സ്ഥാനാർത്ഥിയാണ്. അവർ രണ്ടുപേരുടെയും ഒരു അജണ്ട കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അവരുടെ അജണ്ട നടപ്പിലാവില്ല. ഇവിടെ രണ്ടും ഒന്നാണെന്നുള്ളത്, ഇടതുപക്ഷവും BJPയും ഒന്നാണെന്നുള്ളത് കേരള ജനത മനസ്സിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ LDFന്റെ തുടർഭരണം അനിവാര്യമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഷൊർണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ LDF തരംഗമാകുമെന്നും ഷൊർണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിന് തന്റെ വിജയം ഉറപ്പാണെന്നും P മമ്മിക്കുട്ടി STVയോട് പറഞ്ഞു. രാവിലെ തൃത്താലയിലെ കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 21 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ശേഷം ഷൊർണൂർ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ മമ്മിക്കുട്ടി സന്ദർശിച്ചു. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള വലിയ ഉത്സാഹത്തിലാണ്. ബോധവൽക്കരണം ഈ കേരളത്തിൽ അനിവാര്യമായിട്ട് വരേണ്ടതുണ്ട് എന്നാണ് വോട്ടർമാരായ ബഹുജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് സഹായകരമായ രൂപത്തിൽ വളരെ താല്പര്യപൂർവ്വം പോളിംഗ് സ്റ്റേഷനിലിപ്പോൾ രാവിലെ ഉച്ചയെന്ന വ്യത്യാസമില്ലാതെ നീണ്ട ക്യൂ വന്ന് അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും. മാറാനുറച്ച ഷൊർണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ UDF തരംഗമാകുമെന്നും ഹരിഗോവിന്ദൻ ഷൊർണൂരിൽ പറഞ്ഞു. ഷൊർണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും വികസിത ഷൊർണൂറാണ് NDAയുടെ കാഴ്ചപ്പാടെന്നും NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് പറഞ്ഞു. ഷൊർണൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളും സന്ദർശിച്ചു. രാവിലെ എലുമ്പലാശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിലെ 24 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബൂത്തുകളുടെ സന്ദർശനം. വൈകിട്ടോടെ ഷൊർണൂരിലും എത്തി മിക്ക ബൂത്തുകളും സന്ദർശിച്ചു.
ശക്തമായ പോരാട്ടമാണ് നടത്തിയതെന്നും ഷൊർണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും കേരളത്തിൽ UDF തരംഗമുണ്ടാക്കുമെന്നും പി ഹരിഗോവിന്ദൻ പറഞ്ഞു. കുറച്ച് ഷൊർണൂരിൽ തികച്ചും യാഥാർത്ഥ്യമാണെന്നാണ് ഇന്ന് ഞങ്ങൾ ബൂത്തുകൾ കണ്ടപ്പോൾ ബോധ്യപ്പെട്ടത്. വോട്ടർമാരെല്ലാം മാറാനുറച്ച് നിൽക്കുകയാണ്. അപ്പോൾ മാറ്റാനുറച്ച UDFിനെ അവർ വോട്ട് ചെയ്യുന്നതാണ് ഞാൻ സന്ദർശിച്ച ബൂത്തുകളിൽ നിന്നൊക്കെ മനസ്സിലായത്. ജനങ്ങൾ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ഞങ്ങൾ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കുക. ഞാനും ചെയർമാനും ഇന്ന് രാവിലെ മുതൽ ഇത്ര നേരം ഒരുപാട് ബൂത്തുകൾ സന്ദർശിച്ചു. എല്ലാ ബൂത്തിലും നല്ല പ്രതികരണമാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് UDF തരംഗല്ലേ, സംസ്ഥാനത്ത് UDF തരംഗത്തിൽ ഷൊർണൂരും ആ കൂട്ടത്തിൽ 100%. ഷൊർണൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസും മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളും സന്ദർശിച്ചു. രാവിലെ പൊന്നാനി മണ്ഡലത്തിലെ ഈശ്വരമംഗലം കൃഷ്ണനെത്തച്ചൻ എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തുടർന്നാണ് അദ്ദേഹം മിക്ക ബൂത്തുകളും സന്ദർശിച്ചത്. വികസിത ഷൊർണൂരാണ് NDAയുടെ കാഴ്ചപ്പാടെന്നും ഷൊർണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസ് വ്യക്തമാക്കി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ശക്തമായ പോരാട്ടം നടന്ന പട്ടാമ്പി മണ്ഡലത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. രാവിലെ മുതൽക്കു തന്നെ പല ബൂത്തുകൾക്ക് മുന്നിലും നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ കാരേക്കാട് AMVPU സ്കൂളിലെ 190 നമ്പർ ബൂത്തിൽ രാവിലെ വോട്ടിംഗ് രേഖപ്പെടുത്തി. പട്ടാമ്പി ജനത തന്നെ കൈവിടില്ലെന്നും വലിയ ശുഭപ്രതീക്ഷയാണുള്ളതെന്നും മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റെല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല വളരെ വളരെ ശുഭപ്രതീക്ഷയിലാണുള്ളത്. പട്ടാമ്പിയിലെ ജനങ്ങൾ ഒരമ്മ കുഞ്ഞിനെ മാറോട് ചേർത്തെടുക്കുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. കാരണം ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂടെ നിന്ന് ഇത്രയും കാലം നിന്നൊരാൾ എന്നുള്ള നിലക്ക് ആ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. UDF സ്ഥാനാർത്ഥി TP ഷാജി പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ ബൂത്തിൽ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ UDF തരംഗമുണ്ടാകുമെന്നും പട്ടാമ്പി മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും TP ഷാജി പറഞ്ഞു. ഇന്ന് പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ വോട്ടെടുപ്പ് വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. പട്ടാമ്പിയുടെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന സമയത്ത് വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷയുണ്ട്. ഒരു UDF തരംഗം കേരളത്തിലുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഒരു ജനങ്ങളുടെ ഒരു പ്രതികരണം നോക്കിക്കാണും. NDA സ്ഥാനാർത്ഥി P മനോജ് ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാനാർത്ഥികൾ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. BJP ഉത്തരേന്ത്യൻ മോഡലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതായും B ഗോപാലകൃഷ്ണൻ ചരിത്രബോധമില്ലാത്ത വ്യക്തിയാണെന്നും A വിജയരാഘവൻ പറഞ്ഞു. വലിയ വിജയ സാധ്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ബദൽ രാഷ്ട്രീയ നിലപാടുകൾക്കും വികസന കാഴ്ചപ്പാടിനും അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി രൂപപ്പെടുത്തും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം UDF രൂപപ്പെടുത്തിയ നിലവാരമില്ലാത്ത നുണകൾ അടിമുഴകി വീഴുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നുണപ്രചരണങ്ങളാണ് UDF നടത്തിയത്. തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയതരമാക്കാൻ, വർഗീയവൽക്കരിക്കാൻ, അതോടൊപ്പം തന്നെ കളവുകളും അപവാദങ്ങളും പ്രചരിപ്പിക്കാൻ തയ്യാറാക്കിയ BJP സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുകയാണെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പാലക്കാട്ടെ ജനങ്ങൾ ആത്മാഭിമാനം പണയം വെച്ചവരിൽ നിന്നും 100 സീറ്റുകളിലധികം നേടി UDF അധികാരത്തിൽ വരുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ UDFന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗമുണ്ട്. ഞാൻ നിങ്ങൾ തുടങ്ങി ഒറ്റ ചോദ്യം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയും. മറ്റാരും ഇല്ല എന്ന തരത്തിലൊക്കെ അവരവർ തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വെച്ചുകൂട്ടിയ ഹോർഡിങ്സും ഈ നടത്തിയ പ്രചരണങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നത്. എന്നാൽ പിന്നെ കാണാം, ജനങ്ങളുണ്ട് എന്നുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഒരു സംശയ കാര്യത്തിൽ വേണം. ജനങ്ങളുടെ ഹൃദയം തനിക്കൊപ്പമെന്നും ശുഭപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും ഗുരുവായൂർ മണ്ഡലം സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ എനിക്ക് ചെയ്യാവുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ പാർട്ടിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയം
എന്നോടൊപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്താ പറഞ്ഞത് അതിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്നും തെരഞ്ഞെടുപ്പിൻ്റെ ദിവസവും ഞാൻ മാറിയിട്ടില്ല. ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ബാലറ്റ് യൂണിറ്റിൽ ചിഹ്നം മറച്ചുവെച്ചതായി ആരോപണം. UDFിന്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ചിഹ്നമാണ് ബബിൾഗം ഉപയോഗിച്ച് മറച്ചുവെച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപിച്ച് പോളിംഗ് ബൂത്തിന് മുന്നിൽ വൻ പ്രതിഷേധമുണ്ടായി. NDA സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധമുണ്ടായത്. വോട്ട് രേഖപ്പെടുത്താനെത്തിയ കുമ്പളങ്ങാട് സ്വദേശി സജീവന്റെ വോട്ട് നേരത്തെ പോസ്റ്റൽ വോട്ടായി രേഖപ്പെടുത്തിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതാണ് തർക്കത്തിന് കാരണമായത്. എന്നാൽ താൻ വോട്ട് ചെയ്തിട്ടില്ലെന്ന് സജീവൻ വ്യക്തമാക്കിയതോടെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. വോട്ടിംഗിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് വോട്ടെടുപ്പ് നിർത്തിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആ സ്ഥാനാർത്ഥികളെ നെഞ്ചത്തൊക്കെ തള്ളാനല്ല പോലീസുകാർ പറയേണ്ടത്. ആരോനെ വിളിച്ചു വരുത്തണം, ARനെ വിളിച്ചു വരുത്തണം, അല്ലെങ്കിൽ കളക്ടറെ വിളിച്ചു വരുത്തണം. കയ്യേറ്റം ചെയ്തോ നിങ്ങൾ നോക്ക്. ഈ സാധനം വെച്ചിട്ട് ഈ ലാറ്റും വെച്ചിട്ട് ഒരു തള്ളിലുണ്ട്. ഇയാൾ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, ഇയാൾ ചെയ്തിട്ടില്ല, ഇയാൾ സമയത്തും ഇല്ല. ഈ ഇല്ലാത്ത സമയത്തല്ല ഈ അഭ്യാസം. ഇദ്ദേഹം ആദ്യം വന്നിട്ട് അങ്ങോട്ട് തള്ളുകയാണ്. എന്ത് നല്ല കൂറുണ്ടാവില്ല അവർക്കൊക്കെ. ആ കൂറ് ഇവിടെ കാണിക്കണ്ട, ഇവിടെ കാണിക്കണ്ട. ഞങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നവര്. ഞങ്ങൾ ചോദിച്ചത് ഒരു വോട്ടർക്കുള്ള അവകാശം അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഇവിടെ ജനാധിപത്യത്തില്ലേ, അയാൾ കഴിച്ചില്ലേ? അയാൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അയാൾ തൊട്ട് വേറെ ആൾ ചെയ്തു പോയി. അത് ചോദ്യം ചെയ്ത് തെറ്റാണോ? പ്രതിഷേധത്തെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കവും സംഘർഷാവസ്ഥയും ഉണ്ടായി. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ പരുത്തിപ്രയിൽ കള്ളവോട്ട് നടന്നതായി പരാതി. പരുത്തിപ്ര BMSLP സ്കൂളിലെ 169 നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. 169 ബൂത്തിൽ ക്രമ നമ്പർ 392 B നിഖിലിന്റെ വോട്ടാണ് മറ്റാരോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകുമെന്ന് നിഖിലിന്റെ പിതാവ് പ്രതികരിച്ചു. നിഖിലിന്റെ കന്നി വോട്ടാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടത്. എന്റെ മോനാണ് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഈ നമ്പറിൽ വേറെ ആൾ വോട്ട് ചെയ്ത് പോയേക്കുന്നതാണ്. പേര് നിഖിൽ B. എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യൻ. ഞാൻ അച്ഛനാണ്. ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇതേ വേറെ ID കാർഡ് കൊടുത്തിട്ട് വോട്ട് ചെയ്തു പോയി എന്നാണ് പറഞ്ഞത്. ബൂത്ത് 169 കഞ്ഞിയോട്ടാണ് മോൻ്റെ. പരുത്തിപ്ര പോളിംഗ് സ്റ്റേഷനിൽ 169 നമ്പർ ബൂത്തിൽ 392 CL നമ്പറായി നിഖിൽ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആദ്യത്തെ കഞ്ഞി വോട്ടാണ്. ആ കുട്ടി വന്നപ്പോഴേക്കും ആ വോട്ട് കള്ളത്തരത്തിൽ ആരോ ചെയ്തു പോയിരിക്കുന്നു. ആ കുട്ടിക്ക് അത് വലിയ ഒരു പുതിയ കഞ്ഞി വോട്ടായതുകൊണ്ട് ആ കുട്ടിക്ക് വല്ലാതെ ഒരു വിഷമം സംഭവിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഇവിടുത്തെ പോളിംഗ് ഓഫീസർക്ക് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് ഓഫീസർ പറഞ്ഞ് ടെൻഡർ വോട്ട് ചെയ്യാം എന്നാണ് പോളിംഗ് ഓഫീസർ പറഞ്ഞത്. ടെൻഡർ വോട്ട് കൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കാൻ എന്തായാലും കഴിയില്ല. കാരണം ഇവിടെ ക്യാമറ അടക്കമുള്ള ഒട്ടനവധി പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ മുഴുവൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടും ഈ കള്ളവോട്ട് ചെയ്തു പോവുക എന്ന് പറയുന്ന ഒരു രീതി ശരിയായ രീതിയല്ല. അതിൽ അനാസ്ഥകളുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് അർഹതപ്പെട്ട ആ കുട്ടിയുടെ വോട്ട് ലഭിക്കുവാനും ആ കുട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാറ്. മാറ്റൊലി. പശ്ചിമ ബംഗാളിൽ SIRന്റെ പേരിൽ 92 ലക്ഷം വോട്ടർമാരെ പുറത്താക്കിയ നടപടി തികച്ചും അനീതിയും അന്യായവുമാണെന്ന് ആക്ഷേപമുണ്ട്. താങ്കളുടെ അഭിപ്രായമെന്ത്? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. തീർച്ചയായും പശ്ചിമ ബംഗാളിൽ 1 ലക്ഷത്തോളം പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന്, വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് അനീതിയും അന്യായവുമാണ്. സമാനമായ പ്രവൃത്തികൾ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും നടക്കുന്നു എന്നതിൻ്റെ സൂചനയും മുന്നറിയിപ്പുമാണ് ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഇതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ പൊതു രംഗത്തിറങ്ങി പ്രതിഷേധിക്കേണ്ടതുണ്ട്. കൃത്യമായ ഇടപെടൽ നടത്തുന്നതിലൂടെയേ ഈ അനീതി നമുക്ക് തടയാൻ കഴിയും. SIR നിയമപ്രകാരം പശ്ചിമ ബംഗാളിലെ 92 ലക്ഷം ജനങ്ങൾ വോട്ടർമാരിനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ്. ആക്ഷേപം അതിശയവും എന്ന് മാത്രമല്ല. ഇത് മതേതര ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു ആഘാതമായിരിക്കും. ഇത്തരം പ്രവണതകൾ കേരളത്തിനും സംഭവിച്ചുകൂടാ എന്ന് ഇല്ല. അതുകൊണ്ട് മതേതര ഇന്ത്യയിൽ ഇത്
ഇത്തരം SIRൽ പുറത്താക്കപ്പെട്ട നിരപരാധികളായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെതിരെ അവർക്ക് അനുകൂലമായി ഇന്ത്യൻ ഭരണകൂടം കൈയാളണമെന്നും പ്രവർത്തിക്കണമെന്നും ആണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ അന്യായപരമാണ്. കാരണം ജനാധിപത്യത്തിൽ ഒരു വ്യക്തിക്ക് വോട്ടിങ്ങിലൂടെയാണ് നമുക്ക് ഭരണത്തെയും അതുപോലുള്ള കാര്യങ്ങളെ പ്രതികരിക്കാൻ കഴിയുക. എന്നാൽ ബംഗാളിൽ മാത്രം 92 ലക്ഷം വോട്ടർമാരെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ അത് വളരെ അന്യായമാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഈ SIRമായി ബന്ധപ്പെട്ട് ഒരുപാട് വോട്ടർമാർ ഇവിടെ കേരളത്തിലും പുറത്താണ്. കൃത്യമായ കണക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെയും ലക്ഷക്കണക്കിന് വോട്ടർമാർ പുറത്താണ്. അപ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ SIR കൊണ്ട് ഭരണപക്ഷം അല്ലെങ്കിൽ BJP സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയുടെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനെതിരെ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ടതാണ്. അത് ബംഗാളിലെ വോട്ടർ ലിസ്റ്റിലെ അദൃശ്യ വംശഹത്യയായിട്ടാണ് ഈ 90.83 ലക്ഷം പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടത്. അവരുടെ ഭരണഘടനാപരമായ പൗരത്വത്തെ കവർന്നെടുക്കുന്ന വംശീയ ഉന്മൂലനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. 1 കോടിയോളം വരുന്ന വോട്ടവകാശം 1 കോടിയോളം വരുന്നവരുടെ വോട്ടവകാശം ഇല്ലാതാക്കുമ്പോൾ അവരുടെ പൗരത്വം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനം വിധിയെഴുതി. ഇനി ആകാംക്ഷയുടെ നാളുകൾ. മെയ് 4-ന് ഫലപ്രഖ്യാപനം. തുടർഭരണമെന്ന് LDF. ഭരണമാറ്റമെന്ന് UDF. നിർണായക ശക്തിയായി NDA മാറുമെന്ന് നേതാക്കൾ. അധികാരമില്ലാതെ തന്നെ അഴിമതി നടത്തിയ UDFനെ എങ്ങനെ ജനം വിശ്വസിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. വയനാട് ദുരന്തത്തിൽ ഫണ്ട് പൊക്കിയ കോൺഗ്രസിനെ ജനങ്ങൾ എങ്ങനെ ജയിപ്പിക്കുമെന്നും മന്ത്രി. UDF അധികാരത്തിൽ കയറിയാൽ അഴിമതി ചെയ്യാനുള്ള ആക്രാന്തമായിരിക്കുമെന്നും തൃത്താലയിൽ തന്റെ വിജയം സുനിശ്ചിതമാണെന്നും MB രാജേഷ്. LDFന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ വിധിയെഴുത്തായിരിക്കും ഇത്തവണയെന്നും ജില്ലയിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും VK ശ്രീകണ്ഠൻ MP. സർപ്രൈസുകൾ ഉണ്ടാകുമെന്നും കേരളത്തിൽ BJP ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി മാറുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിവാദമായി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് NDA സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വികസനം ആഗ്രഹിക്കുന്ന ചിറ്റൂരിലെ ജനങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ. കേരളത്തിൽ LDFന്റെ തുടർഭരണം അനിവാര്യമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഷൊർണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി. സംസ്ഥാനത്തെ LDF തരംഗമെന്നും P മമ്മിക്കുട്ടി. ഷൊർണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ. കേരളത്തിൽ UDF തരംഗമെന്നും P ഹരിഗോവിന്ദൻ. ഷൊർണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും വികസിത ഷൊർണൂറാണ് NDAയുടെ കാഴ്ചപ്പാടെന്നും NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്. ശക്തമായ പോരാട്ടം നടന്ന പട്ടാമ്പി മണ്ഡലത്തിൽ കനത്ത പോളിംഗ്. കേരളത്തിൽ 3-ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. BJP സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുകയാണെന്ന് ഷാഫി പറമ്പിൽ MP. ജനങ്ങളുടെ ഹൃദയം തനിക്ക് ഒപ്പമെന്നും ശുഭപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും B ഗോപാലകൃഷ്ണൻ. ചിറ്റൂർ മണ്ഡലത്തിൽ ബാലറ്റ് യൂണിറ്റിൽ ചിഹ്നം മറച്ചുവെച്ചതായി പരാതി. UDFന്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും ചിഹ്നത്തിൽ ബബിൾഗം ഉപയോഗിച്ച് മറിച്ചെന്ന് ആരോപണം. പരാതിയുമായി UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. വടക്കാഞ്ചേരിയിലും ഷൊർണൂർ പരുത്തിപ്രയിലും കള്ളവോട്ട്. വടക്കാഞ്ചേരിയിലെ കള്ളവോട്ട് ആരോപിച്ച പോളിംഗ് ബൂത്തിനു മുന്നിൽ NDAയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.